ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജ് കൂട്ടറിഞ്ഞി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മുക്കം ഫെസ്റ്റ് നടക്കുകയാണ്. ഇപ്പം 2025 മുക്കം ഫെസ്റ്റ് ഫെബ്രുവരി 6 തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു. 23 തീയതി വരെ ഉള്ളത്. അപ്പം നമ്മൾ ഇന്ന് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പോവുകയാണ് നിങ്ങളെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം കൂട്ടുകാരെ. അപ്പം നമ്മൾ മുക്കം ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അഗസ്ത്യമൊഴിയിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. അഗസ്ത്യമൊഴി മുതൽ എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് റോഡിൻ്റെ ഇരുവശമായിട്ട്. ഈ ഫെസ്റ്റ് ഇപ്പോൾ മുക്കംകാരുടെ മാത്രമല്ല, കോഴിക്കോട്ടുകാരുടെ മൊത്തം ഒരു ഫെസ്റ്റിവലായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഫെസ്റ്റ് നടക്കുന്ന മെയിൻ കവാടത്തിലെത്തി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കുറച്ച് താഴോട്ട് വേണം നടന്നു വരാൻ. പുഴയുടെ തീരത്താണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. അങ്ങനെ ഈ ബോർഡിൽ കാണുന്നത് ഫെസ്റ്റ് തുടങ്ങി 6 തീയതി മുതൽ 23 തീയതി വരെയുള്ള നൈറ്റിലെ പ്രോഗ്രാംസ് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തു. വലിയ ഒരാൾക്ക് 100 രൂപയും കുട്ടികൾക്ക് 80 രൂപയുമാണ് ചാർജ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തേക്കുള്ള മെയിൻ എൻട്രൻസിലെത്തി. സെക്യൂരിറ്റി ചേട്ടന് ടിക്കറ്റും കൊടുത്ത് ഞാൻ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ വേറൊരു ലോകത്തെത്തിയ പ്രതീതിയായിരുന്നു. തുടക്കം മുതൽ പലവിധ അക്വേറിയങ്ങളിലായി വാള, കരിമീൻ, ഷാർക്ക്, കോയിക്കാർപ്പ്, അലിഗേറ്റർ, അരാപ്പയ്മ തുടങ്ങിയ നിരവധി വലിയ മത്സ്യങ്ങളും ചെറു മത്സ്യങ്ങളും, എന്തിനേറെ പറയുന്നു ആമ വരെ ഇതിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം തന്നെയാണ്. അത് ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഇതിൻ്റെ സംഘാടക സമിതി പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യുവ MLA ആയ ലിൻഡോ ജോസഫും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്.
അത് കഴിഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും ഹ്യൂമൻ ബോഡിയിലെ പാർട്സും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു പെറ്റ്സ് വേൾഡിലേക്കാണ്. ആമസോൺ അക്വാ പെറ്റ്സ് വേൾഡ്. ഇവിടെ വിവിധ തരം പക്ഷികളും പ്രാവുകളും കോഴികളും ഒക്കെ ആയിട്ട് കൂട്ടിലും അല്ലാതെ ഓപ്പൺ ആയിട്ടും നിരവധി പറന്നു നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ മക്കാവോ എന്ന് പറഞ്ഞ ഒരു തരം പഞ്ചവർണ്ണ കിളിയും പിന്നെ പൈത്തോൺ സ്നേക്കും ഇഗ്വാനയും എന്നിവയൊക്കെ നമുക്ക് കയ്യിലെടുത്തിട്ട് വീഡിയോയും സെൽഫിയും ഒക്കെ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിന് എക്സ്ട്രാ 100 രൂപയൊക്കെയാണ് ഇവിടെ ഈടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെല്ലുന്നത് വിവിധ തരം സ്റ്റാളുകളിലേക്കാണ്. ഫാൻസിയും തുണിത്തരങ്ങളും ഫർണിച്ചറും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഫുഡ് ഐറ്റംസും ഒക്കെയായി നിരവധി സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെല്ലുന്ന നേരെ ഒരു വിശാലമായ ഗ്രൗണ്ടിലേക്കാണ്. ഈ ഗ്രൗണ്ടിൻ്റെ അറ്റത്തൊരു വലിയൊരു സ്റ്റേജ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എന്നും രാത്രി നിരവധി കലാകാരന്മാരുടെ പരിപാടികൾ നടക്കുന്നു. പിന്നെ ഇവിടെ യന്ത്ര ഊഞ്ഞാല്, ഹാങ്ങിങ് ബോട്ട്, ഇലക്ട്രിക് ട്രെയിന്, മരണക്കിണർ തുടങ്ങിയ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ നിരവധി റൈഡുകൾ ചെറുതും വലുതുമായിട്ട് ഇവിടെയുണ്ട്. അതിനുശേഷം ഞാൻ നേരെ മരണക്കിണർ കാണുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. അതിനുശേഷം മൈതാനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വലുതും ചെറുതുമായ നിരവധി ഫുഡ് സ്റ്റാളുകൾ ഞാൻ കണ്ടു.
അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് അതും കഴിച്ച് ഞാൻ പുറത്തിറങ്ങി. പോകാൻ നേരം ഒരു പായസക്കട കണ്ട് അവിടെ കയറി. എന്നിട്ടൊരു ഗ്ലാസ് പായസവും കുടിച്ച് ഹാപ്പി ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.